ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല സ്റ്റഫ് ചെയ്ത ഗ്രിൽഡ് ചിക്കനാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. 2 ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കഴുകി വരഞ്ഞ് ഉപ്പും വിനീഗറും പുരട്ടി കുറച്ച് സമയം വയ്ക്കാം. ഈ ചിക്കനിൽ മസാല ഫില്ല് ചെയ്യണം. അതിനുള്ള മസാല നമുക്കുണ്ടാക്കാം. മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ്: സവാള 1 എണ്ണം അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, ടൊമാറ്റോ 1 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ വീതം, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനിയും നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം സവാള, പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. വഴന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. മല്ലിയില ചേർക്കാം. കുറച്ച് വിനീഗറും വെള്ളവും ചേർക്കാം. ഇനിയും നമുക്ക് ഇത് അടച്ചു വെച്ച് അല്പസമയം വേവിക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാലയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും ഇത് വാങ്ങി ചൂടാറാൻ വയ്ക്കാം. ചിക്കൻ പീസ് എടുത്ത് സൈഡിലൊരു ഹോൾ ഉണ്ടാക്കി അതിൽ ഈ മസാല വഴറ്റിയത് നിറച്ച് വയ്ക്കാം. അതിനുശേഷം ഈ ചിക്കൻ പീസ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നമുക്കെടുക്കാം. ഇനിയും ഒരു ഗ്രില്ലിംഗ് പാൻ സ്റ്റൗവിൽ വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. നോർമൽ ഫ്രൈയിങ് പാനിലാണേലും ഇത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചിക്കൻ ചെറു തീയിലേ വേവിക്കാവുള്ളൂ. നല്ലവണ്ണം വേകണം. അടച്ചു വെച്ച് നമുക്കിനി ഇത് വേവിക്കാം. ഒരു സൈഡ്
വെന്തതിന് ശേഷം മറച്ചിട്ട് വേവിക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.